ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസ് നടന്നു. വ്യാപാര സമൂഹം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടുന്ന ഗുണനിലവാര നിബന്ധനകളെ സംബന്ധിച്ചും വ്യാപാരികളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പാമ്പനാർ വ്യാപാര ഭവനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അംഗീകൃത ട്രെയിനർ ശ്രീ മുഹമ്മദ് ജാഫർ ക്ലാസ് നയിച്ചു. പീരുമേട് സർക്കിളിലെ വ്യാപാരികൾക്കായി നടത്തിയ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ്സിൽ പെരുവന്താനം, കുട്ടിക്കാനം, പീരുമേട്, പാമ്പനാർ എന്നീ കേന്ദ്രങ്ങളിലെ വ്യാപാരികൾ പങ്കെടുത്തു. എന്തുകൊണ്ട് ഭയപ്പെടുന്നു? ഇപ്പോ നിങ്ങൾ പറയും, നിങ്ങൾ വന്നാൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെ നിങ്ങൾ തന്നെ മുൻവിധിയിൽ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ ശരിയല്ല. അതല്ല അതിന്റെ അർത്ഥം. യഥാർത്ഥ പ്രശ്നം അതല്ല. യഥാർത്ഥ പ്രശ്നം ഭയപ്പെടാനുള്ള കാരണം എന്തെയോ, ഇവർ വന്നാൽ എന്തൊക്കെ ചോദിക്കും, എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു അറിവില്ല. സത്യതല്ലേ? പോലീസ് സ്റ്റേഷനിൽ സ്ഥിരമായി പോകുന്ന ആളുകൾ, പല കേസിലാകപ്പെടുന്ന ആളുകൾ എസ് ഐ വിളിച്ചിട്ട് താഴോട്ട് വാടക പറഞ്ഞിട്ട് പേടിക്കുമോ? അതായത് ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ വിളിപ്പിച്ചതൊക്കെ അവസ്ഥ ചിലർ ബോധനൊക്കെ വിളിക്കും. ഇതാണ് വ്യത്യാസം. മറ്റൊരാൾ അറിയാം എന്താ പറയണ്ടേ, അയാളെ വിളിക്കണം ഈ സമയത്ത് പോയാൽ. ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ കേസിൽ ആകപ്പെട്ടാൽ അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ വ്യാപാര സംഘടനകൾക്കും എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടായ്മകൾ ഇല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ബിസിനസ് നടത്താൻ സാധിക്കില്ല. ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് മാത്രമാണല്ലോ നിങ്ങൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. അല്ലാതെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന വ്യാപാര കേന്ദ്രങ്ങൾ വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അടക്കം പരിശോധനകൾ വ്യാപാരികൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നിവയെ സംബന്ധിച്ചും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ചുമെല്ലാം വ്യാപാര സമൂഹത്തിന് ക്ലാസ്സിലൂടെ ബോധവൽക്കരണം നൽകുകയായിരുന്നു പരിശീലന പരിപാടികളുടെ ഉദ്ദേശം. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനത്തിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റും നൽകപ്പെടുന്നതാണ്. ബോധവൽക്കരണ ക്ലാസ്സിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് TJ മാത്യു അധ്യക്ഷനായിരുന്നു. സമിതിയുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി D മനോഹരൻ സ്വാഗതം ആശംസിച്ചു. പീരുമേട് സർക്കിളിലെ 100 കണക്കിന് വ്യാപാരികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പനാർ.